ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പച്ചരി തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. റേഷൻ പച്ചരിയിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഉഴുന്നും കൂടി ചേർക്കാം. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന് എന്ന കണക്കിലാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ഉഴുന്ന് മതിയാവും. ഇനി നല്ലപോലെ 2-3 വട്ടം കഴുകിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നല്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനി രാത്രി മുഴുവൻ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കൊരു 3 മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ രാത്രി നമ്മൾ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് നല്ല നൈസായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ലൂസാക്കരുത്, അതേസമയം ഒരുപാട് കട്ടിയായി പോരുത്. നമ്മൾ സാധാരണ ദോശമാവിൻ്റെ പരത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അല്ലേ, ഈ ഒരു പരത്തിലാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം. ഒന്ന് ഇതുപോലെ ഈ മാവ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മറ്റൊരു രീതി എന്ന് വെച്ചാൽ കുറച്ച് സ്പൈസസ് ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പകുതി മാവ് ഒരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാതെ പ്ലെയിൻ മാവ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. 2 രീതിയിലും ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിരിക്കണം. ഈ മാവ് നമ്മൾ ഒഴിച്ച പാടെ തന്നെ നല്ലപോലെ തന്നെ പൊങ്ങിക്കിട്ടും. കണ്ടില്ല, നമ്മൾ മാവ് ഇട്ട പാടെ തന്നെ നല്ലപോലെ മാവ് പൊന്തി വരും. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നല്ല പൊങ്ങിയിരിക്കും. പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കില്ല, അത്രയ്ക്കുള്ള എണ്ണ മാത്രമേ അത് എടുക്കുകയുള്ളൂ. ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇത് കണ്ടില്ല, നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയാണ്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ടിത് പെട്ടെന്ന് പൊന്തി കിട്ടുള്ളൂ. പിന്നെ ഒരുപാടങ്ങ് കളറ് മാറാൻ നിൽക്കേണ്ട, കുറച്ചൊരു വൈറ്റ് കളർ ഉള്ളപ്പോൾ തന്നെ നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള മാവ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ മാവ് മാത്രം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടും ടേസ്റ്റാണ് കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റി തന്നെയാണ്. മാവ് ഒഴിച്ച പോലെ തന്നെ ഇതുപോലെ ഇത് പൊങ്ങിക്കിട്ടും. ഇതൊരു ചെട്ടിനാട് ഡിഷാണ് കേട്ടോ. ഇത് വെള്ളയപ്പം എന്നാണ് അവർ പറയാറ്. ഇപ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചട്നി എടുക്കാം, അല്ലെങ്കിൽ ഏത് കറിയുടെ കൂടെയും കഴിക്കാം. ഇപ്പോൾ 2 രീതിയിലും നല്ല ടേസ്റ്റി തന്നെയാണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉഴുന്നൊക്കെ ചേർത്ത കാരണം ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഒരു 2 കപ്പ് അരിയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു 4 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റും. അത്രയും കാണും ഇത്. രാവിലെ നമുക്ക് അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കാം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്ത് കാണിച്ചു തരാം.
അകത്തും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്